അതിനായി 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ വഴുതനങ്ങ വേവിക്കാൻ വെക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതിയാവും ഈ 2 വഴുതനങ്ങയ്ക്ക്. എന്നിട്ട് അടച്ച് മൂടി വെച്ച് വേവിക്കുക. തീ ഒരു ഏറ്റവും ചെറിയ ഇതിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓയിലൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഉള്ളി മൊരിക്കുന്ന സമയത്ത് വീണ്ടും ഓയിൽ ആഡ് ചെയ്യുന്നതാണ്. കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വെന്തതിന് ശേഷമായാലും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കൊരു 2-3 പച്ചമുളക്, ഒരു 2 പച്ചമുളക് മതിയാവും അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തീ ഏറ്റവും ചെറുതിലാക്കി ഇടുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഒരു 4 അല്ലി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പിലയും. എന്നിട്ട് ഇത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുറച്ച് വഴുതനങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചെറിയ 2 വഴുതനങ്ങ എടുത്തേക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതി. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഉള്ളി മൊരിയിക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി ഇപ്പോൾ ഏകദേശം നന്നായി മൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുക. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും തീ ചെറുതാക്കി ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിപ്പോവും. ഇനി നമുക്ക് വേവിച്ച് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കൂട്ടി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് ഇത് മൊരിയിച്ച് മിക്സാക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഓവർ കുക്കാവാതെ നോക്കണം, ഓവർ കുക്കായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്.